ഗാസയിൽ ഹിന്ദു യുവാവിനെ ഹമാസുകൾ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് ഒരിടത്തും അങ്ങനെ ചർച്ചയായെന്ന് കണ്ടില്ല. ഹിന്ദു യുവാവാണ്, സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാരനായിരിക്കുമല്ലോ. ഇതെങ്ങനെയാണ്? ഇന്ത്യൻ പൗരൻ തന്നെയാണോ ആള്? ഇന്ത്യൻ പൗരനല്ല, അത് നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ഹിന്ദു യുവാവാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് പ്രിയൻ പറഞ്ഞതുപോലെ ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാ. നമുക്കറിയാം, മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളായിരുന്നുവെങ്കിൽ എന്തെല്ലാം പുകില് ഇവിടെ നടക്കുമായിരുന്നു. ഇത് നമ്മുടെ അയൽരാഷ്ട്രമാണ്. ഒരു ഘട്ടം വരെ ഹിന്ദു രാഷ്ട്രമെന്ന് ഹിന്ദു പ്രഖ്യാപിത രാഷ്ട്രമായി കരുതിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു. നേപ്പാൾ സ്വദേശിയാണ്. എന്നിരുന്നാൽ പോലും ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ യുവാവിനെ കാണാതെ പോയത്? ഈ യുവാവ് മാത്രമല്ല, ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ യുവാവിനെ മാത്രമല്ല, ഇവരൊരു ഗ്രൂപ്പായിട്ട് ഇസ്രയേലിലേക്ക് പോവുകയാണ്. പഠനാർത്ഥമാണ് പോകുന്നത്, പഠന ആവശ്യത്തിനായിട്ട് പോകുന്നു. കാർഷിക വിദ്യാർത്ഥിയായിരുന്നു ഇവരെല്ലാവരും തന്നെ. അപ്പോൾ ഈ സമയത്ത് 17ഓളം പേരാണ് ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ഇതിൽ 10 പേരെ നിഷ്കരുണം ഹമാസുകൾ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതിൽ 6 പേരെ പറ്റി യാതൊരു വിവരവുമില്ല. പിന്നെ അവശേഷിക്കുന്ന യുവാവായിരുന്നു ഈ പറയുന്ന യുവാവ്. ഈ യുവാവിൻ്റെ പേര് ബിപിൻ ജോഷി എന്നാണ്. ബിപിൻ ജോഷിയെക്കുറിച്ചാണ് ഏറ്റവും അവസാനം ഒരു നവംബറിലാണ് ബിപിൻ ജോഷിയെക്കുറിച്ചുള്ള ഒരു ഡാറ്റ വരുന്നത്. അത് ഒരു വീഡിയോ ആയിരുന്നു. ഗാസയിലെ ഷിഫ ആശുപത്രിയിലേക്ക് ബിപിൻ ജോഷിയെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ദൃശ്യം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം പൂർണ്ണമായും നിശബ്ദതയാണ്. ഈ യുവാവ് ജീവിച്ചിരിപ്പുണ്ടോ, കൊല്ലപ്പെട്ടോ, എന്ത് ഈ യുവാവിന് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ യുവാവിൻ്റെ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം ഇപ്പോഴും ഒരു പ്രതീക്ഷയിലാണ്. തിരിച്ചു വരും, അവിടെ അവർ ബന്ദികളാക്കിയിട്ടുണ്ടാകാം, അതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. ഈ യുവാവ് പോകുന്നത് 2023 സെപ്റ്റംബറിലാണ്. കിബിറ്റ്സിൽ ഒരു പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പോകുന്നതൊക്കെ. അപ്പോൾ നമുക്കറിയാം, ഇവർ 2023 ഒക്ടോബർ 7 ഇസ്രയേൽ നടത്തിയ ആക്രമണം, അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സമയമാണ്. അവർ നടത്തിയിട്ടുള്ള ആ ഒരു കൂട്ടക്കുരുതി എന്ന് പറയുന്നത്. അതെ, ഒരു 1200-ലധികം നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ 1200 എന്നുള്ളത് ഔദ്യോഗികമായി പറയുന്ന ഒരു രേഖയായിരിക്കാം. ഒരുപക്ഷെ അതിന് മേലെ മരണസംഖ്യ ഉയർന്നിട്ടുണ്ടാകാം. കൂടാതെ കുടുംബങ്ങളെ ചുട്ടുകൊല്ലുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരുടെ പ്രൈവറ്റ് പാർട്ടെല്ലാം ഏറ്റവും വികൃതമാക്കി നിരത്തിലൂടെ വലിച്ചു കൊണ്ടുപോയി കെട്ടിത്തൂക്കുന്ന ഒരു രീതിയിലേക്ക് വരെ, അതായത് നമ്മുടെയൊക്കെ മനസാക്ഷി മരവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരവിടെ നടത്തി. അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇസ്രായേലുകാർ ഇറങ്ങിയത്. അതുകൊണ്ടാണ് അവർക്ക് ഇനി ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തത്. ഇനി അവരുടെ ഒരു പൗരനെയും, അവരുടെ നാട്ടിലെത്തുന്ന ഒരു പൗരനെയും തീവ്രവാദികളാൽ കൊല്ലപ്പെടരുത് എന്നുള്ള ഒരു ശക്തമായ തീരുമാനം ആ ഒരു രാജ്യം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന ഈ ആക്രമണം മുഴുവനും. പലസ്തീനികൾക്ക് നേരെയല്ല, വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നത്, പലസ്തീനികളല്ല അവരുടെ ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസുകളാണ്. ഹമാസുകൾ ഭീകരർ തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ ഭീകരർ എന്നല്ലാതെ സ്വാതന്ത്ര്യ പോരാളികൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ എന്തായാലും കഴിയില്ല. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ നേപ്പാളി സ്വദേശിയായിട്ടുള്ള ഈ യുവാവും സംഘവും അവിടെ എത്തുന്നത്. ഇവരെ പിടികൂടുന്ന സമയത്ത് ഇവർ ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഈ മറുതകൾക്ക് ഏത് ഭാഷയാണ് അറിയുന്നതെന്ന് അറിയില്ലല്ലോ. ഇംഗ്ലീഷിൽ ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ നേപ്പാളികളാണ്, ഞങ്ങൾ നേപ്പാളി സ്വദേശികളാണ്, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിടണമെന്ന് ഇവർ ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ. ഏതെങ്കിലും ആ ഒരു ഭാഷയെങ്കിലും മനസ്സിലാകുമെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് കരുതിയായിരിക്കണം ഒരുപക്ഷെ അവർ ആ ഭാഷയിൽ പറഞ്ഞത്. പക്ഷേ ജിഹാദികൾക്ക് എന്താ പറയുക, അവർക്ക് എന്ത് രാജ്യം, എന്ത് ഭാഷ, ഇതൊന്നുമല്ലല്ലോ. അവരുടെ ആകെയുള്ളൊരു ഭാഷ എന്ന് പറയുന്നത് ജിഹാദും ഹൂറികളും മാത്രമാണ്. ചിന്ത എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യം മാത്രമാണ്. 10 പേരെ നിഷ്കരണം കൊലപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു മറ്റ് 6 പേര് കൂടി കാണാതായി എന്ന് പറയുന്ന 6 പേരെ കൂടി ഇത്തരത്തിൽ എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ വിവരമെങ്കിലും പുറത്തു വരണ്ടേ? എത്രയോ പേരുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് മുഴുവനും ഈ 17 പേരും ഹിന്ദു യുവാക്കളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ബിപിൻ ജോഷിയെ ഇവർ ഗാസയിലേക്ക് കൊണ്ടുപോകുന്നത്. ഗാസയിലേക്ക് കൊണ്ടുപോകുന്ന കൊടിയ പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ആ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഷിഫ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഈ യുവാവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല.
എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ആളുകളെല്ലാം, അതായത് അവകാശ ലംഘനത്തിനെതിരെ പോരാടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ JNUവിലൊക്കെ ആണെങ്കിൽ പറയണ്ട, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കൊക്കെ വേണമെങ്കിൽ മെഴുകുതിരി മാർച്ച് നടത്തിയേനെ. ആരായിരുന്നെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യ ഗേറ്റിലേക്ക് കൊണ്ടുപോയേനെ. ഇതെല്ലാം കൊണ്ടുപോയെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആളുകളായിരിക്കണം. പക്ഷെ ഇതൊരു ഹിന്ദു യുവാവാണ്. ഇവിടെ ആർക്കും അവകാശ ലംഘനം തോന്നുന്നില്ല. അവന് മനുഷ്യാവകാശം ഉണ്ട് എന്ന് പറയാനുള്ള ചിന്ത പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേപ്പാളിൽ നിന്ന് ഒരു മുസ്ലിം യുവാവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. നമ്മുടെ നാട്ടിലടക്കം ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ഒരു പ്രൈം ടൈം ഡിബേറ്റ് ചർച്ച ഉണ്ടാവില്ല. അവിടെ ഇവർക്ക് മതമാണ് പ്രധാനം. ആ മതത്തിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ JNUവിൻ്റെ ഒക്കെ കൾച്ചർ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത് മൊത്തം ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള, അവർ പറയുന്ന ഞങ്ങൾ സെക്കുലർ ആണെന്ന് സ്വയം അവകാശപ്പെടുമെങ്കിലും ഒരിക്കലുമല്ല. അവർ ഈ പറയുന്ന സെമിറ്റിക് മതമായ ഇസ്ലാമിൻ്റെ തീവ്രവാദ സ്വഭാവത്തിന് വേണ്ടി മാത്രമാണ് നിലനിൽക്കുന്നത്. സാധാരണ മനുഷ്യരായിട്ടുള്ള ഇസ്ലാമിനെ പോലും അവർ പരിഗണിക്കില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ നല്ലവരായ ഇസ്ലാമിലെ സംരക്ഷിക്കുന്നതിനൊന്നും ഇവർ മെനക്കെടില്ല. കാരണം ഇസ്ലാമിനെ സംരക്ഷിക്കണമെങ്കിൽ ഷിയയെ സംരക്ഷിക്കണം, ഈ പറയുന്ന അഹമ്മദീയരുണ്ട് അവരെ സംരക്ഷിക്കണം. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഇവർക്ക് തീവ്രവാദികളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായിട്ടുള്ള കാര്യം. ഈ പറയുന്നല്ലേ, നമുക്കറിയാം പഹൽഗാം അറ്റാക്ക് മതം ചോദിച്ചു തന്നെയാണ് കൊലപ്പെടുത്തിയത്. മതമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്ന ഒരു അവസ്ഥ കൂടിയാണ് അതിലൂടെ മനസ്സിലായത്. അതുവരെ ഈ തീവ്രവാദത്തിന് മതമില്ല, എന്തിന് RSS എന്ന് പറയുന്നത് വർഗീയ പാർട്ടിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും വളരെ നല്ല ആളുകളായിരുന്നു. പക്ഷേ മതമുണ്ട് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഇവിടെയും. അതായത് ഈ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ ഈ യുവാവിനും ഉണ്ടായത് മതം തന്നെയായിരിക്കാം. മതമല്ലാണ്ട് മറ്റെന്താണ്? അവനെ കൊലപ്പെടുത്തേണ്ട കാര്യം എന്താണ്? അവനൊരു നേപ്പാളി സ്വദേശിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇസ്രായേലുകാരനല്ലാത്ത ഇവനെ തട്ടിക്കൊണ്ടുപോവുകയും കൂട്ടത്തിലുള്ളവരെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയും ചെയ്തത്? അപ്പം കൃത്യമായിട്ടും നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവരും മതാധിഷ്ഠിതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു വിഭാഗത്തിന് നേരെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും അത് വലിയ പുകിലുകൾ ഉണ്ടാക്കുകയാണ്. നിരന്തരം ചർച്ചകളാണ്. അടുപ്പ് കൂട്ടി ചർച്ച വേറെ, അതിൻ്റെ പിന്നാലെ മറ്റ് ചാനലുകളിൽ നിരന്തരം ദിവസങ്ങളോളം ചർച്ചയായിരിക്കും. ഇത് മറിച്ചിട്ടും തിരിച്ചിട്ടും എങ്ങനെയൊക്കെ ചോദിച്ചാലും അവർക്ക് ചോദിക്കാനുള്ള, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായിട്ട് ഒരു ഉത്തരം പറയുന്ന ഒരാളെ അവർ സംസാരിക്കാൻ അനുവദിക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ ചാനൽ ചർച്ചയിൽ കണ്ടിട്ടില്ല. മറിച്ച് ഇവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നവരെ സംസാരിക്കാൻ അനുവദിക്കുകയും ചാനലുകളുടെ ഒരു പൊതു സ്വഭാവമാണ്. അതെ. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഹിന്ദു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആർക്കും ഒരു ദണ്ണം ഉണ്ടാവാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ എന്നിട്ടും ഇവരെല്ലാവരും പറയുന്നത് ഹമാസുകൾ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്നുള്ളതാണ്. ഹമാസുകൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യ പോരാളികളാവുന്നത്? ഇവർക്കൊന്നും ഇസ്രായേൽ നടത്തുന്ന ഈ ഒരു ആക്രമണത്തെ നീതീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു ദിവസം, അവരുടെ സാബത്ത് ദിവസം, അവർ വിശ്രമിക്കുന്ന ദിവസം, അവരുടെ നാട്ടിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഇത്രയധികം ആളുകളെ കൊല്ലുകയും, കൊന്നൊടുക്കുന്നത് പോട്ടെ, സ്ത്രീകളോട് പെരുമാറിയ രീതി നമ്മൾ പല വീഡിയോയും കണ്ടതാണ്. നിഷ്കരുണം അവരെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തിട്ടുള്ള ആ രീതി, അതെല്ലാം ഇവർക്ക് എങ്ങനെയാണ് നീതീകരിക്കാൻ കഴിയുന്നത് എന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഇത്തരത്തിൽ ഒരു ബിപിൻ ജോഷി എന്ന് പറയുന്ന നേപ്പാൾ സ്വദേശിയായിട്ടുള്ള യുവാവിൻ്റെ തിരോധാനം അവിടെ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.